എടാ ഈ പടമൊക്കെ എങ്ങനെയാടാ മലയാളത്തിൽ, ഒയ്യോ സൂപ്പർ പടമാടാ, സൂപ്പർ പടം. ഹൊറർ എന്നൊക്കെ പറഞ്ഞാൽ ഹൊററിന്റെ പീക്ക് സാധനം. നമ്മൾ സാധനം ഈ എൻ്റെ അമ്മ പേടിപ്പിച്ച് നമ്മളെ തൂറ്റിക്കും തിയേറ്ററിൽ. പേടിപ്പിക്കുമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാവണമെന്ന് ഞാൻ പറയില്ല, കാരണം അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിൻ്റെ കട്ടി പോലെയാണ്. പക്ഷേ ഞാൻ പൊതുവെ ലോലഹൃദയനായതുകൊണ്ടായിരിക്കാം, എനിക്ക് പടത്തിൻ്റെ ഹൊററെല്ലാം വമ്പൻ എഫക്റ്റ് ആയിരുന്നു. ഞാൻ തിയേറ്ററിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, ഈ സാധനമായിരുന്നു. ഞാൻ വൈഫും കൂടെ അടുത്തുണ്ടായിരുന്നു, ഞാൻ അവളെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാഹുൽ സദാശിവൻ, ഹാറ്റ്സ് ഓഫ് ടു യു. കാരണം നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു ഹൊറർ പടം ഇറങ്ങുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ ഞാൻ അഫ്കോഴ്സ് ഭ്രമയവും കണ്ടതിന് ശേഷം വലിയ പ്രതീക്ഷയോടെയാണ് ഈ പടത്തിനെ ഞാൻ കണ്ടിട്ടുള്ളത്. എൻ്റെ പ്രതീക്ഷകളെ ഒട്ടും തെറ്റിച്ചിട്ടില്ല ടെക്നിക്കൽ സൈഡ്. അതേ സമയത്ത് സ്റ്റോറിയിൽ ചില സ്ഥലത്ത് എനിക്ക് കൺവിൻസിങ് അല്ല തോന്നി. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയാം. പ്രണവ് മോഹൻലാലിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സൂപ്പർ റിച്ച് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പുള്ളിയുടെ പാരൻസൊക്കെ US അപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്. ഒരു ഭയങ്കരമായ മാൻഷൻ, വലിയ ബംഗ്ലാവ് പോലത്തെ ഒരു വീട്ടിൻ്റെ അകത്ത് പുള്ളി ഒറ്റയ്ക്കാണ്. അപ്പോൾ പുള്ളി ഇടയ്ക്ക് ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കും, വീട്ടിൻ്റെ അകത്ത് പാർട്ടി, പിന്നെ കള്ളുകൂടി, ഈ പരിപാടി. പുള്ളി അതിൻ്റെ കൂടെ പെമ്പിള്ളേരുമായിട്ട് ചിക്സുമായിട്ടൊക്കെ എല്ലാം സെറ്റപ്പ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഒരു ലൈഫിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു പുള്ളിയുടെ മുമ്പ് കൂടെ പഠിച്ച ഒരു പെൺകുട്ടി മരിക്കുന്നു. അപ്പം അത് മരണവാർത്ത അറിഞ്ഞ് ഈ പ്രണവ് മോഹൻലാൽ ആ പെൺകുട്ടിയുടെ വീട്ടിൽ അവരുടെ പാരൻസിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നു. അവിടെ വെച്ച് ഉണ്ടാകുന്ന ഒരു ചെറിയ ഇവൻറ്റ്, ആ ചെറിയ ഇവൻറ്റിനെ ചുറ്റിപ്പറ്റി ഈ പ്രണവ് മോഹൻലാൽ ഈ പെൺകുട്ടിയായിട്ടൊരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു, അത് കുറേ നാൾ മുമ്പാണ്. അപ്പം ഇതിനെ ചുറ്റിപ്പറ്റി ആ ഒരു ഗോസ്റ്റ് ഈ പ്രണവ് മോഹൻലാലിൻ്റെ പുറകെ വരും. ഈ പുറകെ വരുന്ന ഗോസ്റ്റ് ആ വീട്ടിൻ്റെ അകത്ത് എത്തുന്നതും ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രണവ് മോഹൻലാലിനെ അത് എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പടത്തിൻ്റെ ഒരു സ്റ്റോറി ലൈൻ. BGM, സിനിമാറ്റോഗ്രാഫി, ഡയറക്ഷൻ, ഇതൊക്കെ അസാധ്യ സാധനം. പക്ഷേ സെക്കൻഡ് ഹാഫിൽ സ്റ്റോറി വന്നിട്ട് ചില പോർഷനിൽ എനിക്ക് കൺവിൻസിങ് അല്ലാന്ന് തോന്നി. നമ്മുടെ ഈ ഭ്രമയുഗത്തിനകത്ത് മമ്മൂട്ടി ചാത്തനാണെന്ന് റിവീൽ ചെയ്യുന്നൊരു സാധനം ഉണ്ടല്ലോ, അതേമാതിരി ഒരു ഐറ്റം ഇതിൻ്റെ അകത്തുണ്ട്, ഒരു റിവീലിംഗ് ഉണ്ട്. ആ റിവീലിങ്ങിൻ്റെ അകത്ത് എവിടെയോ എനിക്ക് കൺവിൻസിങ് മിസ്സായിപ്പോയി. അതേസമയം ഭ്രമയുഗത്തിൻ്റെയൊക്കെ റിവീലിംഗ് എന്ന് പറഞ്ഞാൽ ഉയ്യോ, അതൊക്കെ ഇൻ്റർനാഷണൽ സ്റ്റഫാണ്. പക്ഷെ ഇവിടെ വന്നപ്പം ആ റിവീലിങ്ങിൻ്റെ സ്ഥലത്ത് കുറച്ചൊന്ന് ചുരുങ്ങിപ്പോയതുപോലെ തോന്നി. പിന്നെ ഈ ക്യാരക്ടറിന് ഏറ്റവും സൂട്ടാകുന്ന ആള് പ്രണവ് മോഹൻലാൽ തന്നെയാണ്. വേറൊരു നടനെ വെച്ചിട്ട് എനിക്ക് ഈ ക്യാരക്ടർ സങ്കല്പിക്കാൻ പോലും പറ്റില്ല. കാരണം എപ്പോഴും കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു മുഖഭാവത്തോടു കൂടി നടക്കേണ്ട ഒരു ക്യാരക്ടറാണ് ഈ ക്യാരക്ടർ. പ്രണവ് മോഹൻലാലിന് ആ മുഖഭാവം എപ്പോഴും ഉണ്ട്. ധൈര്യമായിട്ട് പോയി കണ്ടോ, പൈസ മുതലാണ്, ഒരു നഷ്ടവും വരില്ല. ഹൊറർ ജോണറിൽ മലയാളത്തിൽ അടുത്ത ഒരു 10 വർഷത്തേക്ക് ഇത്രയും പേടിപ്പിക്കുന്നതെന്ന് മാത്രമല്ല ഇത്രയും ഫീൽ തന്നൊരു സാധനം ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല.